ഇവിടെ പോളണ്ടിനെ കുറിച്ച് ആരും സംസാരിക്കരുതെന്ന് പറയണേ. നാട്ടിലെ വികസന കാര്യങ്ങളും നാട്ടിന്റെ കാര്യങ്ങളാണ് ആൾക്കാർ ചോദിക്കുക. അതല്ലാതെ കണ്ട് നിങ്ങളുടെ റഷ്യയും പോളണ്ടിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. നാടിന്റെ വിഷയങ്ങൾ ഇവിടെ ചോദിക്കും. അതിന് മറുപടി പറയാൻ കഴിവുള്ളവർ മാത്രം ആ സ്ഥാനത്ത് വന്നിരിക്കുക. നാടിന്റെ വിഷയം നാട്ടുകാർ ചോദിക്കും, അതിന് പറയാൻ കഴിവുള്ളവർ ഇവിടെ വന്നിരിക്കുക. ഇവിടെ കൂടൽമാണിക്യം ഇതിന്റെ മതില് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുധീഷ് ഞാൻ പറയട്ടെ. അതെ, കൂടൽമാണിക്യം ക്ഷേത്രത്തില് 10 കോടി രൂപ നിങ്ങൾ മതിൽ കെട്ടാൻ അനുവദിച്ചു എന്ന് അരുണ മാഷ് നാടായ നാട് മുഴുവൻ ഇവിടെ ഫ്ലക്സ് വെച്ച് നടന്നു ഇല്ലേ? അത് കഴിഞ്ഞു, അരുണ മാഷ് പോയി, പശുവും ചത്തും ഓരോ പുളിയും കഴിഞ്ഞു. അത് കഴിഞ്ഞു അടുത്ത വന്നു ബിന്ദു മന്ത്രി. ഞങ്ങളൊക്കെ സമപ്രായക്കാരാ, അതുകൊണ്ടാണ് ബിന്ദു മന്ത്രി എന്ന് വിളിച്ചേ. ബിന്ദു മന്ത്രി വന്നു ഒരു 5 കോടി രൂപ കൊടുത്തു. എവിടെ പോയി? ഇപ്പൊ തകരപ്പാട്ട വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയുടെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തെ. ആ ക്ഷേത്രത്തെയാണ് നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത്. നിങ്ങൾ വലിയ ഫ്ലക്സ് വെച്ചു. എന്ത് വികസനമാണ് നിങ്ങൾ നാട്ടിൽ നടത്തിയേക്കണത്? ഒരു വികസനവും നടത്തിയിട്ടില്ല. ജനങ്ങളെ പറ്റിച്ചു. പെൻഷൻ പോലും കൊടുക്കണില്ല. ഇപ്പൊ മിണ്ടരുത്. ഈ നാടിന്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ മിണ്ടരുത്. നിങ്ങൾ അതല്ലേ പറയുന്നത്?